ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ് റീറ്റെയിൽ ഇവന്റിന് കാലിക്കറ്റിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സോ ഇങ്ങനത്തെ ഒരു റീറ്റെയിൽ എക്സ്പോസ് ഒക്കെ സാധാരണ നമ്മൾ കണ്ടുവരാറ് മുംബൈ, ബാംഗ്ലൂർ ഒക്കെ പോലത്തെ സിറ്റീസിലാണ് എല്ലാവരും ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യുക. വൈ കാലിക്കറ്റ്? പണ്ട് കാലങ്ങളിൽ നമ്മളൊരു ഷോപ്പ് തുറന്നു വെച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ബ്രാൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകണം. കസ്റ്റമറെ തേടി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ബ്രാൻഡിങ് വളരെ വലിയൊരു ഘടകമാണ് എല്ലാ പരിപാടിക്കും. പണ്ട് നോട്ടീസ് കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പത്രത്തിന്റെ കൂടെ കൊടുത്താൽ മതി. ഇപ്പൊ പത്രം വായിക്കുന്നില്ല ആൾക്കാർ. നമ്മുടെ പത്രം നമ്മുടെ മൊബൈലാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ് നമ്മുടെ ന്യൂസ് ചാനൽ. അപ്പോൾ ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഒരു എക്സ്പോയിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കൊടുക്കുന്നത്, എന്തുകൊണ്ട് അയാൾ ഇതിൽ പങ്കെടുക്കണം എന്ന് ചോദിച്ചാൽ സാർ അതിനൊന്ന് ബ്രീഫ് ചെയ്യും. ഈ ഒരു പ്രൊജക്ടിനെ പറ്റി ഒരുപാട് പേരെടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബലൻസിയാഗേന്റെ ഒക്കെ പോലത്തെ ബ്രാൻഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കതൊരു ചപ്പലാണെന്ന് പോലും ഫീൽ ചെയ്യാത്ത രീതിക്കുള്ള, നമുക്കറിയാം ആ ബ്രാൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈ സ്പെൻഡ് വരുന്നതാണ്. ഇങ്ങനത്തെ ഒരു ഫാഷനെ പറ്റിയിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്? കടയിൽ വരുന്ന ഒരാള് കാലുവേദനയാണെന്ന് പറയുന്നു. കാലുവേദനയ്ക്ക് ഏതെങ്കിലും ഒരു ചെരുപ്പ് കൊടുത്തിട്ട് കാര്യമില്ല. അത് സോഫ്റ്റ് ആണോ, ഇനി അദ്ദേഹത്തിന് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹീല് വേണ്ട, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാനും അറിയാനും കഴിയണ ആളാവണം ആ റീറ്റെയിലർ, അല്ലെങ്കിൽ അവിടെയുള്ള സെയിൽസിലെ പേഴ്സൺ. നമ്മുടെ റീറ്റെയിലേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. അവർക്ക് പ്രൈസ് വാർ ഉണ്ട്, മാർജിൻസ് വളരെ കമ്മിയാണ്, കസ്റ്റമേഴ്സ് വലിയ രീതിയിൽ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബൂട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ മാത്രം വിചാരിച്ചുകൊണ്ട് ഒന്നും നടക്കില്ല. അതിന്റെ കൂടെ ഒരുപാട് ആൾക്കാർ വരുമ്പോഴാണ് അത് നടക്കുക. കേരളത്തിലുള്ള ഫുട്വെയർ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്ക് ഇതിന്റെ പുറകിലുണ്ട്. ഇതിന്റെ സക്സസ് റേറ്റ് എത്ര ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടല്ല, എങ്ങനെ ആയിക്കോട്ടെ ഇതിന്റെ ഔട്ട്കം, നമ്മൾ ഇനിയും ഇതിനെ മെച്ചപ്പെടുത്താനേ നോക്കുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. ഒരു സാധാരണ റീറ്റെയിൽ ഫുഡ്വെയർ ഷോപ്പ് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ് റീറ്റെയിൽ ഇവന്റിന് കാലിക്കറ്റിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബിസിനസ് സാധ്യതകളെ മലബാറിന്റെ ഹൃദയഭൂമിയിലേക്ക് എത്തിച്ചുകൊണ്ട് ബൂട്ട്ലാൻഡ് ഒരു ചരിത്രം തന്നെ കുറിക്കുകയാണ്. ഈ ഒരു ഇവന്റിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇതിന്റെ അമരക്കാരായിട്ടുള്ള ഹരിസാർ ആൻഡ് ലയ മാമാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത്. സോ ഈ ഒരു ഇവന്റ് നടത്താൻ പോകുന്നതിന്റെ എന്തൊക്കെ ചലഞ്ചുകളാണ് അവർ നേരിടുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പോഡ്കാസ്റ്റിൽ ഇവരോട് ചോദിച്ചറിയാം. സോ വെൽക്കം സാർ, വെൽക്കം. സോ ഹരി സാർ, ബൂട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് എന്നാണ് തുടങ്ങുന്നത്? അവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു വലിയ ഇവന്റിലേക്ക്, ഒരു എക്സ്പോയിലേക്കുള്ള യാത്ര എത്രത്തോളം ദൂരമുള്ളതായിരുന്നു? നമ്മൾ 2014 നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്നത്. അതിനു മുന്നേ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു പഠിക്കുന്നത്. നഴ്സിംഗ് ആണ്, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്. എൻറ്റയർലി വേറൊരു ഡിഫറെന്റ് കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബിസിനസ്സായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ചെറിയ രീതിയിലുള്ള പോക്കറ്റ് മണി കാര്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടിലെത്തിയ സമയത്ത് ഒരു സുഹൃത്തിന്റെ ഷോപ്പ് കൊടുക്കാനുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ആ ഷോപ്പ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക്, ഒരു റീറ്റെയിൽ ബിസിനസ്സിലേക്ക്. അതിൻ്റെ പുറമെ റിയൽ എസ്റ്റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുൾ ടൈം എൻഗേജ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ടേബിളിൻ്റെ പുറകിൽ, ഒരു ക്യാഷ് കൗണ്ടറിൻ്റെ പുറകിൽ ഇരുന്നിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വരാൻ തുടങ്ങുന്നത് ആ ഒരു ഷോപ്പ് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ അത് അവിടെ ഈച്ച് സിംഗിൾ റുപ്പി കൗണ്ട്സ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക്. കാരണം ഫുട്വെയർ മാത്രമല്ല, അതിനോടനുബന്ധമായിട്ടുള്ള ഫാൻസി ഉൾപ്പെടെ മറ്റു പല പ്രൊഡക്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്നാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2014. അപ്പൊ എങ്ങനെയാണ് ശരിക്കും ബൂട്ട്ലാൻഡ് ഒരു റീറ്റെയിൽ ഷോപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഒരു എക്സ്പോയിലേക്കുള്ള, എന്ന് വെച്ചാൽ അതൊരു മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എടുക്കുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു ഐഡിയേഷൻ, എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരുന്നത്? നമ്മൾ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഓൺ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്കൊക്കെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യും, പർച്ചേസിന് വേണ്ടി പല സ്ഥലങ്ങളിൽ, ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ പലരും പല കമ്പനികൾക്ക് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകളായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറികളിലേക്ക് ഡീപ്ലി നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനുശേഷം അസോസിയേഷൻസ് ആയിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. വ്യാപാരി വ്യവസായി, അതുപോലെ KRFA. അപ്പോൾ ഈ സംഘടനകളിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഒരു ലൊക്കേഷനിലുള്ള പ്രശ്നങ്ങൾ, നമ്മളെ ഷോപ്പിലിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും നമ്മളെ പ്രോബ്ലംസാണ് കൂടുതൽ മനസ്സിലാക്കുക. പക്ഷെ ഒരു സംഘടനയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ
നമ്മുടെ മുന്നിലിരിക്കുന്ന മീറ്റിങ്ങിലൊക്കെ വരുന്ന സമയത്ത് പറയുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അവിടെയൊക്കെ അതിനുള്ള സൊല്യൂഷൻസ് വളരെ പരിമിതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ എൻറ്റയർലി ബിസിനസ്സിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവണം. ആ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിലവിലെ അവസ്ഥയിലുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു എക്സ്പോ. അതായത് വെറൈറ്റികളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തിക്കുക. എസ്പെഷ്യലി നമ്മൾ ഓൺലൈൻ കാലഘട്ടം എന്ന് പറയും കോവിഡിന് ശേഷം. കോവിഡിന് ശേഷമുള്ള കാലഘട്ടം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലും ആളുകൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അവരുടെ മുന്നിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തുകയാണ്. അല്ലെങ്കിൽ ഇതുകൂടി വേണമെന്ന് ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് തന്നെ വരികയാണ്. അപ്പോൾ നമ്മുടെ പല റീറ്റെയിൽ ഷോപ്പുകളിലും അവിടുത്തെ സെയിൽസിൽ സ്ട്രാറ്റജികൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവിടെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഗ്രോത്ത് വരണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് പോലും. അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അവർക്കത് സ്റ്റോർ നല്ല ഫോട്ടോസ് വെച്ച് കാണിക്കാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ ടോട്ടൽ എൻറ്റയർലി നമ്മുടെ എന്താ പറയുക നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് തന്നെ ബിസിനസ്സിൻ്റെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഒരു സെയിൽസിൻ്റെ ടേൺ ഓവർ അനുസരിച്ചും അതിൻ്റെ ഗ്രോത്തിനനുസരിച്ചുമാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഒരു ചേഞ്ച് വരണമെങ്കിൽ മാസീവായിട്ട് സെയിൽസ് അതുപോലുള്ള ബിസിനസ്സുകൾക്ക് ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു വിഷനിലാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ആ ഒരു തുടക്കം റീറ്റെയിലേഴ്സിനും ടോട്ടൽ ബിസിനസ്സിനും ഒരു എൻറ്റയർ ഒരു നമ്മുടെ ഒരു ഈ ഒരു കാറ്റഗറി, ഇപ്പോൾ ഫുട്വെയർ ആണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഇതിനും ഒരു ടോട്ടൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ഈ കമ്മിങ് വീക്കിൽ ശരിക്കും കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുട്വെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ എക്സ്പോ ആണ് നടക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ കോർഡിനേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഇതിന് പുറകെ നിങ്ങൾക്ക് രണ്ടാക്കും ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒരു ഫിൽറ്റേഴ്സും ഇല്ലാതെ ലാസ്റ്റ് 48 hours എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. കാരണം ഒരു ഫുഡ്വെയർ എക്സ്പോ നടത്തുക എന്ന് പറയുമ്പോൾ അതും ഒരു എൻറ്റയർലി ന്യൂ ഫേസ് ആണ്. ഈ ഒരു ആൾക്കാർക്ക് ഇപ്പോൾ ബൂട്ട്ലാൻഡ് ഫുഡ്വെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ എക്സ്പോ എന്ന് കേൾക്കുമ്പം എല്ലാവരും ആദ്യം തിങ്ക് ചെയ്യും വാട്ട് ഇറ്റ് ഈസ്, എന്താണ് ബൂട്ട്ലാൻഡ് എന്ന് തിങ്ക് ചെയ്യും. അപ്പം നമ്മളൊരു ന്യൂ ഫേസ് ആവുന്ന സമയത്തുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമുക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ പോലും നമ്മൾ എന്താന്ന് ആദ്യം ആ പ്രൊഫൈല് പറഞ്ഞെടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ എക്സ്പോയിലേക്കുള്ള എൻട്രീനെ കുറിച്ച് പോലും സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ടൈം കൺസ്യൂമിങ്ങും ആണ്. നമുക്ക് ടൈം ആയി അതിൻ്റെ ഇതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനും ഉള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു എക്സ്പോന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പം ലാസ്റ്റ് ഒരു 48 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഒരു വലിയ എക്സ്പോ കേരളത്തിൽ തന്നെ ഇത് ഫസ്റ്റ് ടൈം ആണ് നടക്കുന്നത്. ചെറിയ രീതിയിൽ അസോസിയേഷൻസ് ഒക്കെ നടത്തുന്നുണ്ടാവാം. ബട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ്വെയർ ആണ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വൺ ഓഫ് ദി കാറ്റഗറീസ്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ചെയിൻ ഓഫ് പ്രോസസ് ആണ് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ. ചെയിൻ ഓഫ് പ്രോസസ് അതിൽ തന്നെ പല കാറ്റഗറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫുഡ്വെയറിൽ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചേഴ്സ് ഒരു ആൾക്കാരാണ്, ഡീലേഴ്സ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, ആൻഡ് ഹോൾസെയിലേഴ്സ് ഉണ്ട്, ദെൻ റീറ്റെയിലേഴ്സ്. ഇപ്പം ഇതിനെല്ലാത്തിനും അസോസിയേഷൻസും ഉണ്ടാവും. അവരുടേതായ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇസ് ഡിഫറെൻ്റ് ആണ്. അത് ആ ഒരു എൻറ്റയർ കാറ്റഗറീനെ, ആ എൻറ്റയർ മേഖലേനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും സ്കഫോൾഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക റീറ്റെയിലേഴ്സിനാണ്. ബിക്കോസ് അവർക്ക് ഇത്രയും ആൾക്കാരെ കാണാനും അവരുടെ ബുദ്ധിമുട്ടുകൾ ഡയറക്റ്റായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പോനെ കാണുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് എ പ്ലാറ്റ്ഫോം ടു എൻഹാൻസ് ദാറ്റ് ബിസിനസ്. സോ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഏരിയ, ശരിക്കും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അവിടെ നിർമ്മിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഹരി സാർ. അപ്പം ആ ഒരു ജേണിയിലേക്ക് എങ്ങനെയാണ് ലയ മാം, ഈ ഒരു വലിയ വിഷനിലേക്ക് എങ്ങനെയാണ് ലയ മാമിൻ്റെ എൻട്രി എപ്പോഴായിരുന്നു, അതെങ്ങനെയായിരുന്നു? ഞാൻ വളരെ ചെറിയ രീതിയിൽ ഈ ബൂട്ട്ലാൻഡിൻ്റെ കൂടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ചും ആ പ്രൊജക്റ്റിനെ കുറിച്ചും നന്നായിട്ട് പഠിക്കാൻ പറ്റി. ആൻഡ് ഇതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, നമ്മുടെ ബിസിനസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി അവരുടെ ബിസിനസ്സും ഗ്രോത്തിലോട്ട് വരണം എന്നുള്ളത് ഉണ്ടാവും. അത് ഒരു സൈഡും, അതല്ലാതെ എല്ലാവരിലോട്ടും നമ്മുടെ ഈ ഒരു വിഷൻ, അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, ആ തോട്ടാണ് ഹരിസാറിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങ് ക്യാരി ചെയ്ത് അതിൻ്റെ കൂടെ അങ്ങ് കൂടിയതാണ്.
സോ ഇങ്ങനത്തെ ഒരു റീറ്റെയിൽ എക്സ്പോസ് ഒക്കെ സാധാരണ നമ്മൾ കണ്ടുവരാറ് മുംബൈ, ബാംഗ്ലൂർ ഒക്കെ പോലത്തെ സിറ്റീസിലാണ് എല്ലാവരും ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യുക. വൈ കാലിക്കറ്റ്? കാലിക്കറ്റ് എന്ന് ചോദിക്കുമ്പോൾ കോഴിക്കോടിന് വളരെ വലിയ ചരിത്രമുണ്ട് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് കാലിക്കറ്റാണ്. പിന്നെ ബിസിനസ്, ഫുട്വെയർ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ കാലിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് വളർന്ന് വന്നിട്ടുള്ള, കേരളത്തിൽ നിന്ന് വളർന്ന് വന്നിട്ടുള്ള വലിയ ബ്രാൻഡുകളിൽ ഒരു കമ്പനി കാലിക്കറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ടേൺ ഓവറിൻ്റെ ബേസിൽ എടുക്കുകയാണെങ്കിലും ഇന്ത്യയിൽ തന്നെ ഫുട്വെയർ പ്രൊഡക്ഷനിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും എല്ലാം വലിയൊരു ഏരിയ കവർ ചെയ്യുന്ന, ഒരു പെർസെൻറ്റേജ് കവർ ചെയ്യുന്നത് കാലിക്കറ്റാണ്. ഈ അടുത്ത് മറ്റേ ഫുഡ്വെയർ ഹബ് ഓഫ് ഇന്ത്യ ആയിട്ട് ശരിക്കും കാലിക്കറ്റിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ. അതെ, കാരണം പ്രൊഡക്ഷനിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും വോളിയത്തിലാണെങ്കിലും എല്ലാം ഒരു കാലിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണത്. കോഴിക്കോട് ഫുട്വെയർ ഹബ് ആണെന്നുള്ളത് പറയുന്ന സമയത്ത്, കാരണം എത്രത്തോളം മാനുഫാക്ചറിങ് നടക്കുന്നു അല്ലെങ്കിൽ സെയിൽസ് ഒക്കെ നടക്കുമ്പോൾ അത്രയും എന്താ പറയുക തൊഴിൽ അവസരങ്ങൾ വരികയാണ്. ഷോപ്പുകളുടെ എണ്ണം കൂടുമ്പോഴാണെങ്കിലും ബിസിനസ്സിൻ്റെ ടേൺ ഓവറും എല്ലാം, ഈവൻ ഗവൺമെൻറ്റിന് ഉൾപ്പെടെ നമുക്ക് ടാക്സ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഗ്രോത്ത് വരണമെങ്കിൽ ടാക്സ് കളക്ഷൻ, GST ഒക്കെ വന്നതിന് ശേഷമാണെങ്കിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബിസിനസ്സിൽ പലർക്കും ഉണ്ട്. എന്നാലും എത്രത്തോളം ടേൺ ഓവർ കൂടുന്നു അത്രത്തോളം അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. ജോലി സാധ്യതകൾ ഇപ്പോൾ കമ്പനികൾ നമ്മളെ കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പാൻ ഇന്ത്യ, അതിനുശേഷം 10-20 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള കമ്പനികൾ വരെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഫുഡ്വെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ എക്സ്പോ നടക്കുകയാണ്. അപ്പോൾ ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു എക്സ്പോയിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കൊടുക്കുന്നത്? എന്തുകൊണ്ട് അയാൾ ഇതിൽ പങ്കെടുക്കണം എന്ന് ചോദിച്ചാൽ സാർ അതിനൊന്ന് ബ്രീഫ് ചെയ്യും. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് ഈ ഒരു എക്സ്പോയുടെ ഭാഗമായിട്ട് ഒരുപാട് റീറ്റെയിലേഴ്സിനെ നമ്മൾ നേരിട്ട് കണ്ടു, വിളിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മളെ ടീമിലുള്ള ആളുകളാണെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ അവർ നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഏറിയ പങ്കും കോമ്പറ്റീഷനാണ്. പ്രൈസ് വാർ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തുടക്കം, ഒരു വലിയൊരു യാത്രയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സിന് ഇവിടെ വരുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റുകൾ, പ്രൊഡക്റ്റുകൾ അവർക്ക് കാണാൻ പറ്റും. ഒരുപാട് ഡീലേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇതിന് പുറമെ നമ്മളൊരു ഡയറക്ടറി പ്ലാനിങ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിലുള്ള മാക്സിമം ഹോൾസെയിലേഴ്സ്, മാനുഫാക്ചറേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഡീലേഴ്സിൻ്റെ എല്ലാം വെച്ചിട്ട് അത് നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ അനൗൺസ് ചെയ്യാനാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ടറി ഡിജിറ്റലായിട്ടും കോപ്പി ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയ്യിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ നോക്കി വിളിച്ച് പ്രൊഡക്റ്റ് എത്തിക്കാനും സാധിക്കും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പ്രൊഡക്റ്റ്, അതിന് പുറമെ നോളജ്. ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ അവരെന്ത് ചെയ്യണം, അറിവ് നേടാൻ അവർ തയ്യാറാവണം. നമ്മുടെ കടയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് ഇവൻറ്റുകളിൽ പങ്കെടുത്ത് പ്രോഗ്രാംസിൽ പങ്കെടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹരി സാർ, ഇപ്പം ഈ ഒരു എക്സ്പോയിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നിൽ എന്താണ് അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നത്? അതായത് ഇതുപോലെയുള്ള എക്സ്പോകൾ പുറത്ത് പോയിട്ട് പങ്കെടുത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോ നാട്ടിൽ കൊണ്ടുവരണം എന്ന് ഇതിന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു? ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ നിരന്തരം ഡിഫറെൻറ്റ് മേഖലയിൽ ബിസിനസ്സിലുള്ളത് കൊണ്ട് ഒരു മാക്സിമം കഴിയുന്നത്ര എക്സ്പോകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. അത് ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് എൻട്രി ഫീ തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നമ്മൾ വരുന്ന എക്സ്പോ ആണെങ്കിൽ നമ്മൾ എൻട്രി തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അതിലും കൂടുതൽ ഇപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നല്ല, ഹോൾസെയിലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിലും സ്റ്റോൾ ഇടുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിലും അവർക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇപ്പം മറ്റ് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് അവർ സ്റ്റോൾ ഇടുകയാണെങ്കിൽ അവർ ഈ പ്രൊഡക്റ്റുകളെല്ലാം അവിടേക്ക് എത്തിക്കണം. 2-3 ദിവസം അവരുടെ സ്റ്റേ അവിടെ അവർ അറേഞ്ച് ചെയ്യണം, അവരുടെ സ്റ്റാഫിനെ അവർ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടോ കേരളത്തിലുള്ള ആളുകൾക്കും ആണെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ദൂരം കുറവാണ്. ലോജിസ്റ്റിക്സ് പാർട്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് എത്താൻ സാധിക്കും. മറ്റ് മാക്സിമം സപ്പോർട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുന്നത്ര ആളുകൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നമുക്ക് ഏറ്റവും വലിയ എക്സ്പോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാൻ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ എക്സ്പോ കൾച്ചർ ശരിക്കും വലിയ രീതിയിൽ കേരളത്തിൽ ട്രാൻസ്ഫോം ആയി എന്ന് തോന്നുന്നുണ്ട്. കാരണം റീസെൻ്റ്ലി പല രീതിയിലുള്ള എക്സ്പോ നമ്മളിപ്പം കാലിക്കറ്റിൻ്റെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം ശരിക്കും ഇപ്പോൾ നടക്കുന്നുണ്ടോ കേരളത്തിൽ? എക്സ്പോ കൾച്ചർ നല്ലതാണ്, പക്ഷേ അത് കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇപ്പോൾ എക്സ്പോയിൽ വന്നു പോകുന്ന ദിവസങ്ങളിലുള്ളതിനേക്കാൾ ഉപരി ആ ആളുകളുടെ പ്രശ്നങ്ങൾ, റിയൽ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം.
അവരുടെ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന സമയത്താണ്. ഇപ്പോൾ ഒരു സെയിൽ എന്ന് പറയുമ്പോൾ ഒരു ആളുടെ ഒരു റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണല്ലോ ആ സെയിൽ ഫുൾ ആവുന്നത്. അപ്പോൾ അത് ബിസിനസ്സിലാണെങ്കിലും മറ്റ് സർവീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പോ എന്ന് പറയുന്നതും ഒരു 2 ഡേ ഇവന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു കണക്റ്റിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് മാറുമ്പോഴാണ് അതിന് പക്കാ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് മാനുഫാക്ചർ ആണെങ്കിലും ഹോൾസെയിലർ ആണെങ്കിലും ഡീലർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും ഈവൻ എൻഡ് കസ്റ്റമറെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് വളരണം. അതിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും MSME മറ്റ് സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ വലിയൊരു വിജയമാക്കാൻ ഡെഫിനറ്റ് ആയിട്ടും സാധിക്കും. ഇപ്പൊ ശരിക്കും നടക്കാൻ പോകുന്ന എക്സ്പോയിൽ 100ഓളം സ്റ്റോൾ ഉണ്ട്, പിന്നെ ഒരു ഫാഷൻ ഷോ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പാനൽ ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ശരിക്കും ഈ 2 ഡേ ഇവന്റിൽ എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഈ 2 ദിവസം ഓഫ് കോഴ്സ് സ്റ്റോൾ ഉണ്ടാവും, 100ൽ പരം സ്റ്റോൾ ഉണ്ടാവും, അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ആൻഡ് അതല്ലാതെ പാനൽ ഡിസ്കഷൻസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പം എക്സ്പോന്റെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പാനൽ ഡിസ്കഷൻ. ബട്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോത്തിനെ കുറിച്ച് പെർട്ടിക്കുലറായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിലായിരിക്കും പാനൽ ഡിസ്കഷൻസ് നടത്തുക. ആൻഡ് അത് കൂടുതൽ ഇന്ററാക്റ്റീവ് സെഷൻസ് ആക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം പാനൽ ഡിസ്കഷൻസ് ഒരു ഇടത്ത് നടക്കുന്നു, നമ്മുടെ വിസിറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർ എത്രത്തോളം ആ നോളജ് ഗെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്ഷൻസ് കൂടി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ പാനൽ ഡിസ്കഷൻസ് ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ഒരു ഫാഷൻ ഷോ ഇതിൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആക്സസറീസിന്, അതായത് ഫുഡ്വെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ആക്സസറീസ്. ലൈഫ് സ്റ്റൈലിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാഗ്സ്, ബെൽറ്റ്, ക്യാപ്പ്, അങ്ങനെയുള്ള ഫുഡ്വെയർ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ജെല്ലപ്പായി പോകുന്ന മറ്റ് ഐറ്റംസ് ആണ്. അതിൻ്റെ ഒരു എക്സ്പോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റർ ഡാലു കൃഷ്ണദാസ് ആണ് അത് കൊറിയോഗ്രാഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു 50ൽ പരം ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആൻഡ് വൺ ഓഫ് ദ കാറ്റഗറി നമ്മൾ ഒരു സോഷ്യൽ കോഴ്സിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അവിടെ ഒരു പെർട്ടിക്കുലർ ഒരു സ്പേസ്, ഇപ്പം നേരത്തെ ഹരിസാർ പറഞ്ഞ പോലെ ഈ ആൾക്കാർക്ക് 2 ദിവസം കണ്ടുപോകും എന്താണ് അതിനെ കൊണ്ട് എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ ഇവിടുന്ന് ഇവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ഹോൾസെയിലേഴ്സിന്റെയും ഡീലേഴ്സിന്റെ കോണ്ടാക്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ടും അവരുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി ഗ്രോ ചെയ്യിക്കാൻ, കൂടുതൽ പ്രൊഡക്റ്റും കളക്ഷൻസും ഒക്കെ കൂട്ടാനൊക്കെ സഹായിക്കും. അതല്ലാതെ അവരുടെ പ്രോബ്ലംസ് അതറിയാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ, ഒരു ബോക്സ് നമ്മൾ ഇപ്പം കളക്ട് ചെയ്യാറുണ്ടല്ലോ, ഒരു കംപ്ലൈന്റ് ബോക്സ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഇതിൽ ഒരുക്കുന്നുണ്ട്. അത് അപ്പൊ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല, അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെജോറിറ്റി ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്നുള്ളതിലോട്ട് നമുക്കൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലോട്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നോക്കും. ഹരിസാർ, ഇപ്പം നേരത്തെ പറയണ്ടായി നമ്മുടെ റീറ്റെയിലേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. അവർക്ക് പ്രൈസ് വാർ ഉണ്ട്, മാർജിൻസ് വളരെ കമ്മിയാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് വലിയ രീതിയിൽ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം, ഫുഡ്വെയറിലാണെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റിലാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റീറ്റെയിലേഴ്സിനോട് ഇങ്ങനെ ഒരു എക്സ്പോ കോർഡിനേറ്റർ എന്നുള്ള രീതിക്ക് സാറിന് എന്താണ് സംസാരിക്കാനുള്ളത്? അത് സ്ട്രഗിൾ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ്സിലേക്ക് അവർ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. മാറുന്ന ട്രെൻഡുകൾ എന്താണെന്നുള്ളത് പഠിക്കാൻ അവർക്ക് സാധിക്കണം. പിന്നെ പ്രൈസ് വാറിലേക്ക് പോവുക. കാരണം ഒരു ബിസിനസ്സിലൊരു പ്രോബ്ലം വരുന്നത് ക്യാഷ് ഫ്ലോയിലായിരിക്കും. ക്യാഷ് ഫ്ലോയിൽ പ്രോബ്ലം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു പുതിയ ഷോപ്പ് വരുന്ന സമയത്ത് അവിടെ ഒരു റേറ്റ് കുറച്ച് വിൽക്കുന്ന ഒരു സ്റ്റൈൽ വന്നാൽ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ആളും റേറ്റ് കുറയ്ക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുക. പക്ഷേ അതിന് പകരം നമുക്ക് മറ്റൊരുപാട് ഐഡിയകൾ യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിലുള്ളൊരു പ്രത്യേകത. അതൊന്നെങ്കിൽ പ്രൊഡക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഡീൽ ചെയ്യുന്ന രീതിയിലായിരിക്കാം, കസ്റ്റമറോട് പെരുമാറുന്ന കാര്യങ്ങളിലായിരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് കൊണ്ടുവരാം. ഓൺലൈൻ ബൂം ശരിക്കും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ റീറ്റെയിൽ ഇൻഡസ്ട്രീനെ. അല്ലെങ്കിൽ ഇപ്പോൾ ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ട് സൈസ് അറിഞ്ഞു കഴിഞ്ഞാൽ പലരും ചെരുപ്പ് യൂസ് ചെയ്യണം. ഒരു ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള പ്രോഡക്റ്റിൻ്റെ പോലെ അല്ലല്ലോ, കുറച്ചുകൂടി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് എപ്പോഴും ആളുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ പക്ഷേ എന്നിട്ടും ഓൺലൈൻ ഇതിനെ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി ഇത് കംബാക്ക് ആയിട്ട് റീറ്റെയിൽ ഷോപ്പിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരുമോ ഇൻഡസ്ട്രി? എന്താണ്? ഓൺലൈൻ ബിസിനസ് ഫുട്വെയർ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് ഇടുകയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതും, ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ അവർ ഒരുമിച്ച് കയറിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന രീതിയിലേക്കൊക്കെ. അപ്പോൾ അതിന്
മാക്സിമം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്പനികളാണെങ്കിലും ഡീലേഴ്സ് ആണെങ്കിലും ഹോൾസെയിലേഴ്സ് ആണെങ്കിലും എല്ലാവരും കളക്റ്റീവായിട്ടുള്ള ഒരു മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫെസ്റ്റിവൽ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റീറ്റെയിൽ ഷോപ്പിനും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലും നിരവധി പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന പോലെ വർഷങ്ങളിൽ 1-2 തവണ ഫെസ്റ്റുകൾ പോലെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ ബിസിനസ്സിനകത്തുനിന്ന് ചേഞ്ച് കൊണ്ടുവന്നിട്ട് ഓഫ്ലൈനിലേക്ക് റീറ്റെയിൽ വ്യാപാരികൾക്ക് ബെനിഫിറ്റ് ഉള്ള രീതിയിലേക്ക് ഒരു മൂവ് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അതിന് കളക്റ്റീവായിട്ടുള്ള മൂവ്മെന്റ് വേണം. എല്ലാവരും ഒരു ടീമായിട്ട് ഒരു പക്ക SOP സെറ്റ് ചെയ്തിട്ട് തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് എന്നുള്ള ലെവലിലേക്ക് തന്നെ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. ശരിക്കും അതിൽ എന്താണ് സാർ ലാക്ക് ചെയ്യുന്നത്? കാരണം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇപ്പം നമുക്കറിയാം ദുബായ് എക്സ്പോ, അതുപോലെ ചൈനയിൽ കാൻഡൻ ഫെയർ എക്സ്പോ, അങ്ങനെ നമ്മൾ പേരെടുത്ത് ഇവിടെയുള്ള കോമൺ ആളുകളോട് ചോദിച്ചാൽ പോലും അവർക്കറിയുന്ന വലിയ രീതിയിലുള്ള എക്സ്പോകളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ നമുക്കൊരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും റിനോൺഡ് ആയിട്ടുള്ള എക്സ്പോകൾ വളരെ കുറവാണ്. പുറത്തൊക്കെയുള്ള ആളുകൾ ഇവിടെ വരുന്ന എക്സ്പോ ഒക്കെ വളരെ തേടി പിടിച്ചറിഞ്ഞ് അതൊരു 10 വർഷം 5 വർഷമൊക്കെ നമ്മൾ നടത്തിയതിന് ശേഷമൊക്കെ അതിന് വലിയ രീതിയിലുള്ള ഒരു ബ്രാൻഡിങ് കിട്ടുന്നുള്ളൂ. ഇവിടെ ശരിക്കും നമ്മളത് ലാക്ക് ചെയ്തത് എന്തായിരുന്നു? ഇപ്പം നമ്മളത് സോൾവ് ചെയ്ത് വരുന്നുണ്ടോ? ഇത് നിലവിൽ ബിസിനസ് ട്രഡീഷണൽ രീതിയിൽ ചെയ്ത് പോരുന്ന ആളുകൾ അവരുടെ ആ സ്റ്റൈലിൽ നിന്ന് മാറാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം അവർക്ക് പ്രൊഡക്റ്റ് അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയിലുള്ള ആളുകൾക്ക് അവരുടെ ഒരു ഓരോ ജില്ലകളിൽ അല്ലെങ്കിൽ ഓരോ ഏരിയകളിൽ മാത്രം പോയി പർച്ചേസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ് വന്നത് കൊണ്ട് മാർക്കറ്റ് വേൾഡ് വൈഡ് ഓപ്പൺ ആയി. അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് എൻഡ് കസ്റ്റമറാണ്. അവരത് ഓൺലൈനായിട്ട് പല സ്ഥലത്തുനിന്നും വലിയ വലിയ പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങി. അതുപോലെ റീറ്റെയിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറാൻ എന്തായിട്ടില്ല, അവർ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു മാറ്റങ്ങൾ, കാരണം ബിസിനസ്സിലുള്ള സ്ട്രഗിള് കാരണം അവർക്ക് എക്സ്പെൻസുകൾ ഒരുപാട് കൂടി. ഡെയിലി റെൻ്റ് ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ബിസിനസ്സിൽ ഗ്രോത്ത് വരാത്തത് കൊണ്ട് ആ ഒരു സ്ട്രഗ്ലിങ് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസിലേക്ക് വന്നതിന് ശേഷം പല ആളുകളും മാറുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരു പണ്ട് കാലങ്ങളിൽ നമ്മളൊരു ഷോപ്പ് തുറന്ന് വെച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ബ്രാൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകണം. കസ്റ്റമർ തേടി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. പണ്ടാണെങ്കിൽ കസ്റ്റമർ ഷോപ്പുകളെ തേടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മളിപ്പോൾ നേരത്തെ ഫുട്വെയറിൽ വരുന്ന ട്രെൻഡ്സിനെ പറ്റി പറഞ്ഞു. ആ സമയത്ത് ഇപ്പം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് സസ്റ്റൈനബിലിറ്റി നോക്കിയിട്ട് ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത്. കാർബൺ ന്യൂട്രൽ ആവാൻ വേണ്ടിയിട്ട് പല ബ്രാൻഡ്സും പല കാര്യങ്ങളും പുതുതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ ശരിക്കും നമുക്ക് നമ്മുടെ ഒരു മാർജിൻ സേവ് ചെയ്തുകൊണ്ട് സസ്റ്റൈനബിൾ ആവാൻ പറ്റുമോ? നമ്മൾ എക്സ്പോ കൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ റീറ്റെയിലേഴ്സിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ചത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ നമ്മുടെ കൂടെ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡുകളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ മാനുഫാക്ചറിങ് കമ്പനികളുടെ അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ പലരും ഒരുപാട് നല്ല രീതിയിലുള്ള സോഷ്യൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ തിരിച്ച് വാങ്ങുന്ന രീതിയിലേക്കുള്ളതൊക്കെ ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിരുന്നു. അതെ, റീസൈക്കിൾ ചെയ്യുന്ന രീതിയിലും പല പ്ലാനുകളും ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിലിറ്റിനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ നിലവിലുള്ള എക്സ്പോ ഈ പറഞ്ഞ എല്ലാ റൂട്ടിലേക്കുള്ളൊരു പാത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളെ പറ്റി റിസർച്ചിലേക്കും മറ്റ് വലിയ വലിയ കമ്പനികളുടെ സപ്പോർട്ടോട് കൂടിയൊക്കെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് റീറ്റെയിലേഴ്സിലേക്കൊക്കെ എത്തിക്കാനും സാധിക്കും. പിന്നെ ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഫീസിബിളായി മാറുന്നത്. അപ്പോൾ അതിന് വലിയ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള സ്റ്റെപ്പുകൾ വന്നാൽ അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ റീറ്റെയിലേഴ്സിലേക്കും നമ്മളെ കസ്റ്റമറിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു മാനുഫാക്ചേഴ്സ് ഹോൾസെയിലേഴ്സ് എല്ലാം കണക്ട് ചെയ്ത് അതെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവരെയും എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ വന്ന് ഇതിനടുത്തൊരു ലെവലിലേക്ക് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, റീറ്റെയിലേഴ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ അവരിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ നിലവിലെ മാർക്കറ്റിലെ ട്രെൻഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലുള്ള ചേഞ്ചസ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതൊരു കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും റീറ്റെയിലേഴ്സിന് ഇതിൻ്റെ ഒരു അവെയർനെസ് ലഭിക്കേണ്ടതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല പല ഏരിയാസിലും
അവർ ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്തു പോകുന്നു എന്നുള്ളതിനേക്കാളും ഇൻഡസ്ട്രീനെ പറ്റിയുള്ള ഇങ്ങനത്തെ പലതും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവില്ലേ? അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ്പോയിൽ പാനൽ ഡിസ്കഷൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതിൽ പോലും നമ്മൾ കൊണ്ടുവരുന്ന ഓരോ റീറ്റെയിലേഴ്സും അറിയേണ്ട കാര്യങ്ങൾ എത്രത്തോളം അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലാണ് അവർക്കും അവരുടെ ബിസിനസ്സിന് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കടയിൽ വരുന്ന ഒരാള് കാലുവേദനയാണെന്ന് പറയുന്നു. അപ്പോൾ ആ കാലുവേദനയ്ക്ക് ഏതെങ്കിലും ഒരു ചെരുപ്പ് കൊടുത്തിട്ട് കാര്യമില്ല. അത് സോഫ്റ്റ് ആണോ, ഇനി അദ്ദേഹത്തിന് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹീല് വേണ്ട, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാനും അറിയാനും കഴിയണ ആളാവണം ആ റീറ്റെയിലർ, അല്ലെങ്കിൽ അവിടെയുള്ള സെയിൽസിലെ പേഴ്സൺ. അങ്ങനെ ആകുമ്പോഴാണ് ആ ബിസിനസ്സും അത് വാങ്ങുന്ന ആൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ കുറച്ചൊന്ന് അപ്ഡേറ്റ് ആയി നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇന്ത്യയിലുള്ള ജനങ്ങൾ ശരിക്കും ക്വാളിറ്റി ഒരു മാറ്റർ ആക്കി എടുക്കുന്നുണ്ടോ? ഇപ്പം എസ്പെഷ്യലി ടയർ 1 ടയർ 2 സിറ്റിയിലുള്ള ആളുകളൊക്കെ ലക്ഷറി ഫുഡ്വെയർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഫുഡ്വെയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണോ, അല്ലെങ്കിൽ അതിപ്പോൾ ഒരു മെട്രോ സിറ്റികളിൽ മാത്രമുള്ള ഒരു ട്രെൻഡാണോ? രണ്ട് തരത്തിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം വലിയ വലിയ ബ്രാൻഡ്സ്, ഇപ്പോൾ ക്രോക്സോ പോലെയൊക്കെയുള്ള ബ്രാൻഡ്സ് അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിലാണ് കൊടുക്കുന്നത്. അത് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. അത് സാധാരണക്കാരായ ആൾക്കാർ പോലും വാങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് ലൈഫിന്റെ ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസ്റ്റീജിയസിന്റെ ഭാഗമായിട്ട് ഫുഡ്വെയർ പോലും കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിലുണ്ട്. എന്നാൽ അതല്ലാതെ എക്കണോമിക്കൽ ആയിട്ടുള്ളത് മാത്രം പർച്ചേസ് ചെയ്യുന്ന ഒരു കാറ്റഗറി പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതും ഉണ്ട്. പിന്നെ മനസ്സിലാക്കിയത് ആളുകൾ അവെയർ ആണ് അവർക്ക് എന്ത് വേണം എന്നുള്ളത്. മാർക്കറ്റിൽ എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാല് സംബന്ധമായ, പാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന് റിക്വയർഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സ് ഇപ്പം ഇറങ്ങുന്നുണ്ട്. അതെല്ലാം ആൾക്കാർ ഇപ്പം വാങ്ങാൻ തയ്യാറാണ്. അത് എത്ര പൈസയാണെന്ന് പറഞ്ഞാലും ആൾക്കാർ അത് അവിടെ അവയർനെസ് വന്നതുകൊണ്ടാണ്. ഇപ്പം ഈ ഫുട്വെയറിൽ പല ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, ഡിസൈനിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ ഒരു കറന്റ് മാർക്കറ്റ് ട്രെൻഡ് എന്താണ് ഇപ്പം ലയ മാമും ഹരിസാറും അനലൈസ് ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്നും ഒരു ഫാഷൻ ഇൻഡസ്ട്രീൻ്റെ ഭാഗമാണ് ഫുട്വെയർ. അപ്പം അത് ചില ആളുകൾ ഒരു സാധാരണ ചപ്പൽ എന്നുള്ള രീതിയിൽ മാത്രം കാണും. പക്ഷെ നമ്മൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ ബിസിനസ്സിൻ്റെ സീസൺസ് പല സീസണാണ്. അപ്പോൾ ആ സീസൺ അനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങൾ, ട്രെൻഡിലുള്ള ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കമ്പനികളുടെ ഭാഗത്തു നിന്ന് വരുന്ന മോഡലുകളാണ് അവരുടെ റിസർച്ച് ടീം ഡിസൈൻ ചെയ്യുന്ന ഓരോ സമയത്തേക്കുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് തിങ്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഫുട്വെയർസിനും അതിൻ്റെതായിട്ടുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. പിന്നെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ക്രോക്സ് വന്നതിന് ശേഷം ആ ഒരു കാറ്റഗറിയിലേക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നു. പിന്നെ സ്നീക്കേഴ്സിൻ്റെ ഒരു ട്രെൻഡ് അത് കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ട്രെൻഡ് അതിനനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ആ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പം കാണാറുണ്ട് ഈ ബലെൻസിയാഗേൻ്റെ ഒക്കെ പോലത്തെ ബ്രാൻഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കതൊരു ചപ്പലാണെന്ന് പോലും ഫീൽ ചെയ്യാത്ത രീതിക്കുള്ള പല കാര്യങ്ങളും. അത് ആണെങ്കിൽ നമുക്കറിയാം ആ ബ്രാൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈ സ്പെൻഡ് വരുന്നതാണ്. ഇങ്ങനത്തെ ഒരു ഫാഷനെ പറ്റിയിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്? അത് ഒരു ചെറിയൊരു വിഭാഗം ആളുകൾക്ക് അത് ഓക്കെ ആയിരിക്കും. അതൊരു ഫാഷനബിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫുട്വെയർ കളക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ ഉണ്ട്. നമ്മൾ പലരും കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ വാച്ച് കളക്ഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഫുട്വെയർ കളക്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു പ്രീമിയം കാറ്റഗറി, ഒരു നിഷ് മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് തന്നെ അത് സെർച്ച് ചെയ്ത് നോക്കി വാങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട്. നമുക്കറിയാം മാർക്കറ്റിംഗ് എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ ഇന്നോവേറ്റബിൾ പാർട്ടാണ്. ഇപ്പം നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില ബ്രാൻഡുകൾ അവരുടെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് പോലും ചില ഫാഷൻ ഷോകളിലൊക്കെ ആയിരിക്കും അവരുടെ സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ബാഗ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരതിനെ അവിടെ കറക്റ്റായിട്ട് ബ്രാൻഡ് ചെയ്യുമ്പോഴാണ് അത് വലിയ രീതിയിൽ അതിനുള്ള ഒരു വ്യൂവർഷിപ്പും ബ്രാൻഡിങ്ങും ഒക്കെ കിട്ടുന്നത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ ഉള്ള ഒരു ബ്രാൻഡ് മാർക്കറ്റിങ്ങിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ പണ്ടത്തെക്കാളും കൂടുതലായിട്ട് ബ്രാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? പ്ലസ് ഇപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന ഇവൻറ്റിൽ ഇപ്പം റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റ് ആയിരിക്കും വേണ്ടി വരിക, ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിരിക്കും വേണ്ടി വരിക. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ കൊളാബ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്? അപ്പോൾ ഇത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു വിഷയം വളരെ വലിയൊരു വാസ്റ്റായിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ ഓരോ ആളുകളെ സംബന്ധിച്ച് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ഒരു ഓഫ്ലൈൻ ബിസിനസ് ആണെങ്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ ആയിരിക്കും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതേ സമയത്തൊരു ഡീലർ എന്നുള്ള ലെവലിലേക്ക് തിങ്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അവർക്ക് അദ്ദേഹം സപ്ലൈ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഷോപ്പ് ഓണേഴ്സ് അവരായിരിക്കും അദ്ദേഹം ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിനടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിനാണ് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ആവശ്യം. കാരണം അതൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ഒരു ക്വാളിറ്റി അഷുറൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ആ ബ്രാൻഡിൻ്റെ ഭാഗത്തായിരിക്കണം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, റിസർച്ച് അല്ലെങ്കിൽ അവരതിനെപ്പറ്റി പഠിക്കേണ്ടതും അവർ നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിങ് സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനികളായി കൊളാബ് ചെയ്തുകൊണ്ട് അവരുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി അത് എത്രത്തോളം നല്ല രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് പഠിക്കേണ്ടതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും കമ്പനികളാണ്. അപ്പം ഈ രീതിയിൽ കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള ആ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും ആവശ്യം. അപ്പോൾ ആ രീതിയിലേക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഡീലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും റീറ്റെയിലേഴ്സിനും അതിൻ്റെ സെയിൽസ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം മുന്നോട്ട് പോവേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചും പല ബ്രാൻഡുകളും അത്ര നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കൊളാബറേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ചിങ് ഒന്നും അത്ര വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്കൊന്നും എത്തുന്നില്ല. പക്ഷേ ചില ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ അത് ചെയ്തു മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും കൂടി നമുക്കൊരു പ്ലാൻ ഉണ്ട്. അതായത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഇപ്പോൾ ഫുട്വെയറിനെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, ഫുട്വെയർ കളക്ഷൻസ് വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഫുട്വെയർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഹോൾസെയിൽ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റികൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹെൽത്ത്, ഫിറ്റ്നസ്, അപ്പോൾ ഇതുപോലെ അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഷുഗറുള്ള ആളുകളുടെ ആണെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുട്വെയർ ബിസിനസ്, കേരളത്തിലുള്ള ഫുട്വെയർ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്കിതിൻ്റെ പുറകിലുണ്ട്. ആ രീതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൊഡക്റ്റുകൾക്കാണെങ്കിലും പുതിയ മാർക്കറ്റിൽ വരുന്ന ട്രെൻഡുകളാണെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരുപാട് പേര് കളക്റ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് അതിന് റീച്ചും ഒരുപാട് കൂടുതലായിരിക്കും, എക്സ്പെൻസും കുറവായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എക്സ്പോ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മൾ നിഷ് ഓറിയന്റ് ആയിട്ട് ചെയ്യുന്ന എക്സ്പോ ആണ്, ഒരു ജനറൽ എക്സ്പോ അല്ല. അപ്പോൾ ഫുഡ് വെയറും ലൈഫ് സ്റ്റൈലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അവിടെ അതിനുള്ള സ്പേസ് ഒക്കെ ഇപ്പോഴുള്ള നമ്മുടെ എക്സ്പോയിൽ നിങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലോട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലോട്ടാണ് അത് എത്തുന്നത്. അത് എവിടെയും സ്പ്രെഡ് ആയി പോകുന്നില്ല, അത് അവിടെ തന്നെ എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും മാസിലോട്ട് നമുക്ക് അതിനെ ബ്രാൻഡിങ്, നേരത്തെ പറഞ്ഞ ബ്രാൻഡിങ്ങിലൂടെ അത് എത്തിക്കാൻ പറ്റും. ബ്രാൻഡിങ് വളരെ വലിയൊരു ഘടകമാണ് എല്ലാ പരിപാടിക്കും. ഇപ്പം നമ്മൾ പണ്ട് നോട്ടീസ് കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പത്രത്തിന്റെ കൂടെ കൊടുത്താൽ മതി. ഇപ്പൊ പത്രം വായിക്കുന്നില്ല ആൾക്കാർ, നോട്ടീസ് ആർക്കും വേണ്ട. ആ ഒരു രീതി മാറുമ്പോൾ നമ്മളും ഇപ്പോൾ ഈ ഒരു ടെക്നോളജിക്ക് എല്ലാം വന്ന് അത്രയും അഡാപ്റ്റ് ആയ രീതിയിലോട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമ്മുടെ പത്രം നമ്മുടെ മൊബൈലാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ് നമ്മുടെ ന്യൂസ് ചാനൽ. അതെ, ആ രീതിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രാൻഡിങ്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ എക്സ്പോ എന്തോ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് അവിടെ എത്തണം, എങ്കിലേ അത് ആൾക്കാരിലോട്ട് എത്തുന്നുള്ളൂ. നേരത്തെ ഹരിസാർ സൂചിപ്പിക്കണ്ടല്ലേ മാം, ഇപ്പം നമ്മുടെ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ ഒരു റീറ്റെയിലറിന്റെ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ മാത്രം ബ്രാൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ ശരിക്കും അത് നമ്മുടെ ഒരു അസ്പിറേഷൻ ലെവൽ അത്രയും കുറവായതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതായത് ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്ലോബൽ ഒരു ബ്രാൻഡ് വളർന്നു വരുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് ഗ്ലോബലി അറിയപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പലരും ചിന്തിക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലൊക്കെ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ആ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ മാത്രം വിസിബിലിറ്റി കിട്ടുന്ന അങ്ങനെയല്ലേ ആ ഒരു പെർസെപ്ഷൻ പോകാറുള്ളത്. അതെ അതെ, സാധാരണ നമുക്ക് വേറെ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫ്രാഞ്ചൈസി വൺ ഓഫ് ദ മോഡൽ അങ്ങനെ രീതിയിൽ വന്നതാണെന്ന് പറയാം. ഇപ്പം ഒരു സ്ഥലത്ത് തുടങ്ങി അത് ഫ്രാഞ്ചൈസി മോഡലായി പല ഭാഗത്തെത്തി, അപ്പോൾ ആ ബ്രാൻഡായി. അതുപോലെ ഒരു റീറ്റെയിൽ ഷോപ്പിനും ബ്രാൻഡ് ആവാം, അതൊരു ലാൻഡ്മാർക്ക് വരെ ആവാം. ഒരു പേരിന്റെ ഒരു സ്ഥലം പറയുന്ന സമയത്ത് ഇന്ന കട എന്നുള്ള രീതിയിൽ അതിനൊരു ബ്രാൻഡാക്കി എടുക്കാൻ പറ്റും.
ആ രീതിയിലോട്ട് ബ്രാൻഡിങ് ചെയ്ത് ആൾക്കാരിലോട്ട് അത് റീച്ച് ചെയ്യിക്കാൻ എല്ലാവർക്കും പറ്റും, എല്ലാ റീറ്റെയിലേഴ്സിനും പറ്റും. പ്രത്യേകിച്ച് കോഴിക്കോട് പോലൊരു സ്ഥലത്തുനിന്ന്, കാരണം ഇന്ത്യൻ്റെ ഫുഡ്വെയർ ഹബ്ബായിട്ടുള്ള കോഴിക്കോട് ശരിക്കും നമുക്ക് ലോകത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ വലിയ ഫുഡ്വെയർ ബ്രാൻഡുകൾ ശരിക്കും നമുക്ക് ഇവിടുന്ന് ലോഞ്ച് ചെയ്തൂടെ? അതെ. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ശരിക്കും എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തുക? നമ്മൾ സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എക്സ്പോകളിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ? അതായത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു മാറ്ററാണല്ലോ. എക്സ്പോകളാണ് അതിനെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെങ്ങനെയാണ് ബൂട്ട്ലാൻഡ് നോക്കിക്കാണുന്നത്? നമ്മൾ അതിന്റെ ശ്രമം ആണ് ഈ ഒരു എക്സ്പോ. അപ്പം ഈ ഒരു എക്സ്പോയില് എല്ലാം കൂടി നമുക്ക് സാധിക്കും എന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല. ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലേ നമുക്ക് ഇതിനെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അന്നേരം നമ്മളിത് എല്ലാ ബ്രാൻഡുകളും, എല്ലാ മാനുഫാക്ചേഴ്സും, എല്ലാ റീറ്റെയിലേഴ്സും, എല്ലാ ഹോൾസെയിലേഴ്സും, ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ഇതിനെ ഒന്ന് പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നേരത്തെ മാം പറയണ്ടായി ഇൻസ്റ്റഗ്രാം എത്രത്തോളം ഇന്നവിറ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇപ്പം എന്ത് തന്നെയാണ് നമ്മൾ ഒരു ഇവന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കഫേ ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാവണം അതിനൊരു റീച്ച് കിട്ടാൻ. നമ്മുടെ ഈ ഇവന്റിൽ അങ്ങനെ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ലൈക്ക് ഒരാളൊരു ഫോൺ പുൾ ഔട്ട് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടും എന്ന് തോന്നുന്ന ഒരു ലേ ഔട്ട് എന്തായിരിക്കും അവിടെ? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പോയിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇപ്പം നമ്മൾ ഏതൊരു സ്ഥലത്ത് നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയിക്കോട്ടെ, നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമല്ലേ, എന്നിട്ട് നമ്മൾ ഇന്ന റെസ്റ്റോറൻറ്റിലാണ് എന്നുള്ള രീതിയിൽ നമ്മളത് പോസ്റ്റും ചെയ്യും. അങ്ങനത്തെ രീതിയിലോട്ട് മാറി. ഏത് സെക്കൻഡും ഏത് മൊമെൻറ്റും ഇപ്പോൾ ഫോട്ടോ ആണ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. അവിടെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അതൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് തന്നെ അത് വർക്ക് ചെയ്യും. അതല്ലാതെ നമ്മൾ നമ്മുടെ ഓരോ പ്രോഗ്രാമും, പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു സോഷ്യൽ കോസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു സോഷ്യൽ കോസും നമ്മൾ അവിടെ വെക്കാൻ കാരണം ഇതിൻ്റെ വിസിബിലിറ്റി ആൾക്കാരിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ അല്ലെങ്കിൽ FBയിലൂടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയിക്കോട്ടെ, അത് മാസ്സായ ആൾക്കാരിലോട്ട് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഫാഷൻ ഷോ അതിനൊരു വേറെ ഒരു ഉദാഹരണമാണ്. പിന്നെ നമ്മൾ ഒളിമ്പിക്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാസ്കോട്ട്. അതുപോലെ നമ്മുടെ എക്സ്പോയിൽ നമ്മളൊരു മാസ്കോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗോ എന്നാണ് മാസ്കോട്ടിന്റെ പേര്. നടക്കുകയാണല്ലോ, ഫുഡ്വെയർ അല്ലേ, ഗോ. സോ ഇറ്റ്സ് ഗോ. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള മാസ്കോട്ട് ആയിരിക്കും അത് ആൾക്കാർക്ക് ഒരു ആകർഷണമായ ഒരു കാര്യമായിട്ടാണ്. അതിന്റെ ക്യാരക്ടർ എന്താണ് ആക്ച്വലി? ഹോഴ്സാണ്. അപ്പം നമ്മള് പണ്ടൊരു കടങ്കഥല്ലേ, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ആ ഒരു കോൺസെപ്റ്റ് എന്നായിരുന്നു ഗോ വന്നിട്ടുള്ളത്. ഒരു എക്സ്പോ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്, ഒരു മാസീവ് ടാസ്ക്കാണ്. നമ്മൾ ഒരുപാട് ആളുകൾ ഒത്തുചേരുന്ന ഒരു അങ്ങനത്തെ ഒരു ഇവൻ്റാണ് ശരിക്കും. അപ്പോൾ ഒരു എക്സ്പോയിലേക്ക് മുന്നിട്ട് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സാറ് തന്നെ ഫസ്റ്റ് ഒരുപാട് ആളുകളുടെ അടുത്ത് പിച്ച് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പം ആരുടെ അടുത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു സ്കെപ്റ്റിക് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു? ഇതിങ്ങനെ ചെയ്യാൻ വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആദ്യ ഇനീഷ്യൽ പ്രതികരണങ്ങൾ? ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരുപാട് പേരെടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ അത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നുള്ളതിലേക്ക് നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്തു. പിന്നെ ഇത്രയും വലിയൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് അവർ കൂടുതൽ കൺസേൺ ആയിരുന്നത്. നമുക്കൊരു പോർട്ട്ഫോളിയോ ഇല്ലായിരുന്നു, നമുക്ക് ഇതിന് മുന്നേ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇവന്റ് നടത്തി. അതെ, നമ്മുടെ ഫസ്റ്റ് ഇവന്റ് ആണ്. നമ്മൾ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ സ്പോർട്സിലൊക്കെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അത് പക്ഷേ ഇന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവന്റുകളാണ്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ഫസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എന്നുള്ള ലെവലിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് കിട്ടുന്ന ആളുകളുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മളൊരു പ്രൊജക്റ്റൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, മുന്നോട്ട് പോകാൻ ഉണ്ടായത്. ഈ എക്സ്പോ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇപ്പം ഫുഡ്വെയർ ഇൻഡസ്ട്രിയെ പോലെ മറ്റ് പല ഇൻഡസ്ട്രികളും ഉണ്ടാവും, ഇതുപോലെയുള്ള അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും പല ഇൻഡസ്ട്രി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് സാറിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാറുള്ളത്? എക്സ്പോ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് പ്ലാന്. അപ്പോൾ അതിൽ അവരുടെ കൂടെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓർഗനൈസേഷൻസ്, അതായത് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരു കാറ്റഗറി ആണെങ്കിൽ അവരുടെ ടീം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കത് കുറച്ചുകൂടി എന്തായിരിക്കും, ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി ഒരു കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അതിലൊരു കളക്റ്റീവായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും. പിന്നെ അതിന് വേണ്ടത് മറ്റ് ബ്രാൻഡിങ് അതുപോലുള്ള കാര്യങ്ങളിലേക്കുള്ള ഓരോ എത്ര കാലം മുന്നേ തൊട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം? മീൻസ് ഇപ്പം നമ്മൾ ഒരു 1 year മുന്നേ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ? ആക്ച്വലി ഒരു നല്ല രീതിയിലുള്ളൊരു എക്സ്പോ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 1 year ടൈം നമുക്ക് എന്ത് വേണം,
ടൈം വേണം. നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് നമുക്കൊരു 1 ഇയർ ടൈം ഉണ്ടെങ്കിൽ ഒരു 6 മന്ത് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ് അനൗൺസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലുള്ള ആളുകളെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹി, ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റ് മെട്രോസിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കാനായിരുന്നെങ്കിൽ നമ്മളൊരു 6 മന്ത് മുന്നേ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യണം. കാരണം അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ട്രാവൽ പോലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളൊരു ഫസ്റ്റ് ഇവൻ്റ് ആണ്. ആക്ച്വലി ഇതിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫൗണ്ടേഴ്സ് ഇവൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ അത് എത്രത്തോളം മറ്റാളുകൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഫസ്റ്റ് ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് ആളുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കാറ്റഗറി ചെയ്യുന്ന സമയത്ത് അവരൊരു പക്ക പ്രൊജക്ട് റിപ്പോർട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. നേരത്തെ സാറ് പറയണ്ടായി പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് എക്സ്പോയിൽ പങ്കെടുക്കണമെങ്കിൽ ഉള്ളതിൻ്റെ ഒരു കാര്യം. അപ്പം ചില എക്സ്പോസ് നമ്മൾ കാണാറുണ്ട് ഇയർലി നടക്കുന്നത്, സെയിം ഡേറ്റിൽ എല്ലാ ഇയറും ഇങ്ങനെ എക്സ്പോസ് പോകുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു പ്ലാന് ബൂട്ട്ലാൻഡിൻ ഈ എക്സ്പോന്റെ കാര്യത്തിൽ ഉണ്ടോ? ഇതിന്റെ സക്സസ് റേറ്റ് എത്ര ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടല്ല, ഇതിപ്പം എങ്ങനെ ആയിക്കോട്ടെ ഇതിന്റെ ഔട്ട്കം നമ്മൾ ഇനിയും ഇതിനെ മെച്ചപ്പെടുത്താനേ നോക്കുള്ളൂ. അപ്പൊ ഇത് ഇനിയും വരും കാലങ്ങളിൽ നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സാർ, ഒരു എക്സ്പോ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം, ഒരുപാട് ക്യാഷ് ഫ്ലോ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. സോ എങ്ങനെയായിരുന്നു നമ്മളൊരു ബൂട്ട്ലാൻഡ് എക്സ്പോയുടെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ പ്രോസസ് ഒക്കെ? അതായത് നിങ്ങൾ ബൂട്ട്സ്ട്രാപ്ഡ് ആയിരുന്നോ അല്ലെങ്കിൽ സ്പോൺസേഡ് ആയിരുന്നോ? എങ്ങനെയായിരുന്നു ഒരു ഫിനാൻഷ്യൽ ടൈംസ്? നമുക്ക് ഫിനാൻഷ്യൽ ടൈംസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാൻ നമുക്കുണ്ടാവും. പിന്നെ നമ്മളിപ്പം കാലിക്കറ്റിൽ വെച്ച് നടക്കുന്ന എക്സ്പോ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു വെന്യൂവാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ട്രേഡ് സെൻറ്ററിലാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റിംഗ് ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് സ്പോൺസേഴ്സിൻ്റെ സപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കൊണ്ടുപോകാൻ സാധിക്കും. ടൈറ്റിൽ സ്പോൺസേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് റിട്ടേൺ ആയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുള്ളത്? അതായത് വിസിബിലിറ്റി തന്നെയാണോ, എങ്ങനെയാണ്? അതെ, ബ്രാൻഡ് വിസിബിലിറ്റി. ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ബ്രാൻഡ് വിസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മളും പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ബ്രാൻഡ് വിസിബിലിറ്റി തന്നെയാണ്. കാരണം ഏതൊരു ബ്രാൻഡാണെങ്കിലും അവരൊരു മാർക്കറ്റിംഗ് സ്പെൻഡിലേക്ക് വരുന്ന സമയത്ത് അവരത് എത്ര ആളുകളിലേക്ക് എത്തുന്നുള്ളതായിരിക്കും അവരുടെ പ്രൈമറി കൺസേൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വിസിബിലിറ്റിക്കാണ് നമ്മളും ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1-2 പ്രൊജക്റ്റുകൾ നമുക്കിതിൽ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. പക്ഷേ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന ആളുകൾ കളക്റ്റീവായിട്ടുള്ള സപ്പോർട്ട് കിട്ടുകയാണെങ്കിലാണ് നമ്മൾ ആ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് എല്ലാം റെഡിയാണ്. നെക്സ്റ്റ് ഇവൻറ്റിലേക്ക് നമ്മൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്യാനാണ് ചാൻസ്. എത്ര ആള് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ഇവൻറ്റിലേക്ക്? അതുപോലെ ഇപ്പം പോഡ്കാസ്റ്റ് കാണുന്ന ടൈറ്റിൽ സ്പോൺസേഴ്സ് ആവാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇനി നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ അതിനുള്ള ചാൻസ് ഉണ്ടാവുമോ? അതെ, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം ഒരു ചെറിയ പാക്കേജ് മുതൽ നമുക്ക് വലിയ പാക്കേജ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഒരു ഇവൻറ്റിലേക്കുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്കാണ് നമ്മളത് നോക്കിക്കാണുന്നത്. ഇനി ഒരു നെക്സ്റ്റ് 1 ഇയറിൻ്റെ ഒരു റോഡ് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ബൂട്ട്ലാൻഡ് ഇനിയും മുൻപോട്ട് ഒരുപാട് എക്സ്പോസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുന്നു ആ മേഖലയെ കുറിച്ചായിരിക്കും നമുക്ക് കൂടുതൽ അറിയുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് വെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ മൾട്ടിപ്പിൾ വേർട്ടിക്കൽസ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ആ ഒരു നിഷ് അതിനെ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതല്ലാതെ നമ്മൾ പഠിക്കാനും തയ്യാറാണ് എന്തൊക്കെയാണ് കാരണം ബിസിനസ് നടന്നാലേ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതിന് എല്ലാവരും സ്വന്തം എന്നുള്ള നിലയ്ക്കല്ലാതെ എല്ലാവരും എന്നുള്ള രീതിയിലോട്ട് ചിന്തിക്കുന്ന സമയത്തുള്ള ഗ്രോത്ത് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ആ ഒരു രീതിയിലോട്ട് നമ്മൾ മാറണം. അങ്ങനെ പല രാജ്യങ്ങളും ഓൾറെഡി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ചൈനയില് നേരത്തെ പറഞ്ഞ പോലെ കാൻഡൻ ഫെയറിലൊക്കെ ആൾക്കാർ ഇവിടുന്ന് എത്രയോ പേര് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രോത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ ഇങ്ങോട്ടും ആൾക്കാർ വരുന്ന നിലയിലോട്ട് നമ്മൾ മാറണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഇവന്റ് വരുന്ന ജൂലൈ 21, 22 അല്ലേ? ജൂലൈ 21, 22 കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇങ്ങനൊരു റീറ്റെയിൽ എക്സ്പോ നടക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു റീറ്റെയിലറോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആരാണെങ്കിലും അവർ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരിക്കും, ഞാൻ എന്തിനെതിരെ പങ്കെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവർ ഫോൺ എടുത്തിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ഇതിനെക്കുറിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യിക്കാൻ ഒരു സെൻറ്റൻസ് എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വലിയൊരു മാറ്റം വരുത്താനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിലേക്ക് എത്രത്തോളം ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഈ ഒരു സൊസൈറ്റിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫുട്വെയർ കമ്മ്യൂണിറ്റിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ദിവസം ട്രാവൽ ചെയ്തിട്ട് അവരിവിടെ വരേണ്ടി വരാം, അല്ലെങ്കിൽ ഒരു സ്റ്റോൾ ഇടേണ്ടി വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് ഓണർ ആണെങ്കിൽ ചിലപ്പം ഷോപ്പിൽ വേറെ സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പ് അടച്ചിട്ട് കാണാൻ വരേണ്ടി വരാം. പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അവർ എത്തുക എന്ന് പറയുന്നത് ആ ഒരു മാസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാവുക, അതൊരു വലിയൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പോൾ അതിലേക്ക് എത്രത്തോളം പേർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു സക്സസ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു കളക്റ്റീവായിട്ടുള്ളൊരു ജേണിയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. ശരിക്കും 2 ദിവസത്തെ, അതായത് 48 മണിക്കൂറിൽ നടക്കുന്ന ഈ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതായത് ഈ ഒരു ഇവന്റ് കണ്ടു മടങ്ങിയ ആളുകളെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവരെ ടച്ച് ചെയ്യുക? നമ്മളിതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. ബൂട്ട്ലാൻഡ് 365 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതെ, അതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു 2 ഡേയ്സിൽ വരുന്ന ഓരോ ആളും, അത് സ്റ്റോൾ ഇടുന്ന ആളായിക്കോട്ടെ റീറ്റെയിലേഴ്സ് ആയിക്കോട്ടെ, അവരുമായിട്ട് നമ്മൾ ഒരു നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ എക്സ്പോയിൽ നമ്മളൊരു പെർട്ടിക്കുലർ പ്ലേസ് വെക്കുന്നുണ്ട്. ഈ അവരെ എന്താ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ, അല്ലെങ്കിൽ അവരെ നല്ലതും ആവാം കേട്ടോ. നമ്മളെപ്പോഴും ഈ കംപ്ലൈന്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സമയം അങ്ങനെ ഒരു അങ്ങനെയാണ് ആൾക്കാർ അതിനെ കാണുക. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇറ്റ്സ് ഓൾവേസ് നെഗറ്റീവ്. പക്ഷെ അതിനെ ഒന്ന് മാറ്റി 2 രീതിയിലും പറയാം. ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലും ആൾക്കാർക്ക് എഴുതാം, അതല്ല ഫേസ് ചെയ്യുന്നതും പറയാം. അപ്പൊ ആ ഫീഡ്ബാക്കിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് അതിനു വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ, നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഒരുപാട് ആൾക്കാരുടെ ഒരു സപ്പോർട്ടാണ്, കൂട്ടായ്മയാണ്. ഇപ്പൊ ബൂട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ മാത്രം വിചാരിച്ചുകൊണ്ട് ഒന്നും നടക്കില്ല. അതിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വരുമ്പോഴാണ് അത് നടക്കുക. അതിനാണ് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ഇത് കുറച്ചുകൂടി ആൾക്കാരിലോട്ട് വളരെ സരളമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിലോട്ടുള്ള ഇതിൽ മാറണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇതിൽ നമ്മൾ വെക്കുന്നില്ല. ബൂട്ട്ലാൻഡ് 365 അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് അവർക്ക് നമ്മളെ റീച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. നമുക്ക് ഈ എക്സ്പോന്റെ ഭാഗമായിട്ട് ഒരുപാട് കോള് വരുമല്ലോ, അതിൽ ഒരുപാട് പേര് റീറ്റെയിലേഴ്സ് അല്ലാത്തവരും വിളിക്കും. നമ്മൾ ആഡ് കാണുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, ഒരുപാട് പേർക്ക് കയ്യിൽ ഫണ്ട് ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഫ്രാഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് ഉള്ള ബ്രാൻഡിന് നമ്മുടെ എക്സ്പോയിൽ വരുന്ന സമയത്ത് അവിടെ അവർക്ക് ഡയറക്റ്റ് ആയിട്ടൊരു കസ്റ്റമറെ കിട്ടാം, ഒരു ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ഒരാളെ കിട്ടാം. അപ്പൊ എവിടെയും നമുക്ക് അവസരങ്ങളാണ്, അത് യൂട്ടിലൈസ് ചെയ്യണം. ഇതൊരു സ്പെൻഡ് ആയിട്ട് ആൾക്കാർ കാണരുത്. ഇപ്പോൾ ഒരു സ്റ്റോൾ ഇടുന്ന ആൾക്ക് ഇതൊരു സ്പെൻഡ് എന്നുള്ള രീതിയിലല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കാണണം. അതുപോലെ ഒരു വിസിറ്റർ വരുന്ന സമയത്ത് അയ്യോ ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് വരണ്ടേ എന്ന് ചിന്തിക്കുന്നതിന് പുറമെ, അല്ലെങ്കിൽ ഒരു ദിവസം കടയിൽ നിന്ന് മാറി നിന്ന് വരണ്ടേ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് മാറിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റസ് കിട്ടുന്നു, ഒരുപാട് അറിവ് കിട്ടുന്നു, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നു. അതെല്ലാം നല്ല കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ഈ ഇവന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലുള്ള റീറ്റെയിലേഴ്സിനെയൊക്കെയാണ് നമ്മളിതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിലുള്ള ബാക്കി സ്റ്റേറ്റിലുള്ള റീറ്റെയിലേഴ്സിനെയൊക്കെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാക്കി ബ്രാൻഡ്സ് ഇതുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മളിതിൽ ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ നമുക്ക് സ്റ്റോൾ ഇടാനും അതുപോലുള്ള എന്താ പറയുക ബ്രാൻഡുകളായിട്ടൊക്കെ നമ്മൾ കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളെയും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റീറ്റെയിലേഴ്സ് നമുക്ക് രജിസ്ട്രേഷൻ, ഈവൻ സോഷ്യൽ മീഡിയയിലെ മാർക്കറ്റിംഗ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയുള്ള ആളുകൾ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ
പ്രസൻസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആ ഇവൻറ്റിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യേൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ടയർ 2 ടയർ 3 സിറ്റീസ് എന്നുള്ള ലെവലിലേക്കുള്ള ഒരു തിങ്കിങ് വരുമ്പോൾ വലിയ ബ്രാൻഡുകൾ, അതായത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്ന കമ്പനികളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരള. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകളും കൂടിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, കാരണം മറ്റ് കമ്പനികൾ വളരെ വലിയ ഹ്യൂജ് സ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തുന്നത്. അത് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ വലിയ വലിയ കമ്പനികൾ അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള ബ്രാൻഡുകളാണെങ്കിലും ഒരുപാട് ദൂരത്ത് പോയിട്ടോ ഇന്ത്യൻ്റെ പുറത്ത് പോയിട്ടോ വലിയ മാർക്കറ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തൊട്ടടുത്തുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഒരു 5 ഇയർ പ്ലാനിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റ് പല സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരുപാട് ടേൺ ഓവറിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന കമ്പനികളായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് നമുക്കിവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ കമ്പനികളൊക്കെ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്കിങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലെവലിലേക്ക് ഗ്രോത്ത് വരുന്ന സമയത്ത് ഒരു ടുഗദർനെസ് കളക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ജേണിയൊക്കെ വളരെ പോസിബിൾ ആയിരിക്കും. അപ്പം ഇവിടുന്ന് ഒരു 5 വർഷം മുൻപോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യൻ്റെ തന്നെ റീറ്റെയിൽ ഫുട്വെയർ റീറ്റെയിലിന് ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ബൂട്ട്ലാൻഡിൻ്റെ നെയിം, ബൂട്ട്ലാൻഡിൻ്റെ സ്റ്റോറി അതിലെന്തായിരിക്കും, എങ്ങനെ ഈ ഫുട്വെയർ ഇൻഡസ്ട്രീനെ ചേഞ്ച് ചെയ്തു എന്നുള്ളതായിരിക്കും. ആ രീതിയിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റോറി വരുന്ന സമയത്ത് നമ്മുടെ പേര് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേര് അവിടെ ഉണ്ടാവുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തിൽ നിന്ന് വളർന്നു വരുന്ന ബ്രാൻഡുകളും റീറ്റെയിൽ ചെയിനുകളാണെങ്കിലും അവരും ഗ്രോ ചെയ്തിട്ട് ഇന്ത്യയിൽ പാൻ ഇന്ത്യ ലെവലിലും ഇന്ത്യൻ്റെ പുറത്തേക്കും എത്തുന്ന സമയത്താണ് ആ ഒരു സന്തോഷത്തിന് ഒരു കംപ്ലീറ്റ് ആവുക. കാരണം ഒരു ഗ്രോയിങ് ടുഗദർ കൺസെപ്റ്റിലാണ് ഇപ്പോൾ നമ്മളെ ഈ എക്സ്പോ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സത്ത കിടക്കുന്നത് ആ ഒരു ടുഗദർനെസ്സിലാണ്. അപ്പം ഒരു 5 വർഷം കഴിയുന്ന സമയത്തേക്ക് നമ്മളെ ഇന്നിവിടെ എക്സ്പോയിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്നൊരു കമ്പനി അവർ അടുത്ത സ്റ്റേജിലേക്ക് കയറി നമ്മൾ ഒരുമിച്ച് വളർന്ന് മുന്നോട്ട് പോകുന്ന ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് ആ ഒരു 5 വർഷം കഴിയുമ്പോൾ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അപ്പം എന്തായാലും ഇപ്പം ഇനി നടക്കാൻ പോകുന്ന ജൂലൈ 21-22 നമ്മുടെ ബൂട്ട്ലാൻഡ് റീറ്റെയിൽ ഇവൻറ്റിന് ഓൾ ദി വെരി സക്സസ്. ആൻഡ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കേരളത്തിൽ നിന്നും ഒരുപാട് ഈ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ബ്രാൻഡ്സിനെ കൊണ്ടുവരാൻ പറ്റട്ടെ ബൂട്ട്ലാൻഡിന്. ഓൾ ദി സക്സസ് ടു യു. താങ്ക് യു സോ മച്ച്.